ഇതാണ് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ വണ്ടി. എല്ലാവരുടെയും ലൈഫിൽ ഒരു ഫസ്റ്റ് വണ്ടി ഉണ്ടല്ലോ. ഞങ്ങളുടെ ലൈഫിലെ ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ വണ്ടിയാണ് 91 മോഡൽ ചേതക്ക്. അപ്പോൾ ഇത് പപ്പ മേടിച്ച വണ്ടി. ഞങ്ങളെല്ലാം ഡ്രൈവിംഗ് പഠിക്കുന്ന ഈ വണ്ടിയല്ല, ഇതാ ഓടിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. അത് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ കൂടെ ഓടിച്ച് പഠിച്ച് പപ്പ കൊണ്ടുവെക്കുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഓടിച്ച് അങ്ങനെ പഠിച്ചൊരു വണ്ടിയാണ്. അതിനുശേഷം ഈ വണ്ടി ഒരു നമ്മളെ ബാക്കി വണ്ടികളൊക്കെ ആയപ്പോഴേക്കും ഇതങ്ങനെ ഉപയോഗിക്കാതിരുന്ന ഒരു ഇച്ചിരി മോശമായ സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ ഇതപ്പോഴേക്കും ഇതിനെ റീസ്റ്റോർ ചെയ്യാൻ കൊടുത്ത കഴിഞ്ഞ ദിവസം നമുക്ക് ഇത് കിട്ടിയതേ ഉള്ളൂ. 1 വീക്ക് ആയിട്ടേ ഉള്ളൂ റീസ്റ്റോർ ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ഇതൊരു 1 വർഷത്തെ കഷ്ടപ്പാടാണ്. കാരണം ഇതിൻ്റെ പാർട്സ് കിട്ടുക, അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഫുള്ളി നമ്മളെ ഷോറൂമിൽ നിന്ന് എങ്ങനെ കിട്ടുമോ അതുപോലെ മാക്സിമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ജിതിൻ എന്ന് പറയുന്നൊരു ട്രിവാൻഡ്രത്തുള്ളൊരു പയ്യനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിയാണെങ്കിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഇതിൻ്റെ ജെനുവിൻ പാർട്സ് കിട്ടാനായിട്ടും അതുപോലെ എല്ലാ ബോൾട്ടും ക്രോം ചെയ്യണമെന്ന് പുള്ളിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ സെൻറ് മേരീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കഞ്ഞിക്കുഴിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്രോമിങ് ചെയ്യുന്ന നമ്മുടെ കേരളത്തിലാണ്, കാഞ്ഞിരപ്പള്ളിയാണ്. അപ്പോൾ അവരുടെ അടുത്ത് കൊടുത്ത് ഇതിൻ്റെ ഫുള്ള് ബോൾട്ടുകൾ നോക്കുവാണെങ്കിൽ എല്ലാ സാധനവും ഫുള്ളി ക്രോമാണ്. അപ്പം അങ്ങനെ ചെയ്ത ഏകദേശം 1 വർഷം കൊണ്ടാണ് വണ്ടി ഈ രീതിയിലേക്ക് എത്തിയത്. എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ വണ്ടിക്ക്? ഈ വണ്ടിക്ക് എൻ്റെ ഏജാണ്, ഞാൻ 91 ആണ്. അപ്പം 33 വർഷം പഴക്കമുള്ള 2 സ്ട്രോക്ക് പഴയ ചേതക്ക്. ഏറ്റവും ബുദ്ധിമുട്ട് ഏതായിരുന്നു? ഏത് പാർട്സ് കിട്ടാനായിരുന്നു? പാർട്സിന്റെ ഡിലേ മാത്രമേ ഉള്ളായിരുന്നു. എല്ലാം അവൈലബിൾ ആണ്, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്പെയർ പാർട്സ് കടയിൽ പോയി കിട്ടുമായിരുന്നു. പക്ഷെ ഇതിന്റെ പെയിന്റ് ആണ് മിക്സ് ചെയ്ത് കാരണം ഈ കളർ എൻ്റെ അടുത്ത് ഒത്തിരി ചോദിച്ചു, ഇത് ഏത് കളറാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ പറയാണ്ട് പിസ്താഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ കളർ അവൻ ഒത്തിരി കഷ്ടപ്പെട്ട് കുറേ മിക്സ് ചെയ്ത് പുള്ളി ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ എന്നെ കൊണ്ടുവന്നുകൊണ്ട് കാണിച്ച് അങ്ങനെ നമ്മൾ പെയിന്റിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഓരോ പ്രാവശ്യം അടിച്ച് അത് ഉണങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മളിത് കമ്പയർ ചെയ്ത് പിന്നെ അത് മാറ്റി അങ്ങനെയാണ്. ഒരുപാട് ഇമോഷണൽ ഒരു അതെ വണ്ടികൾ എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സാധനമാണ്. ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാ? കുറച്ച് പാടാണ്. ഇതിന് വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല. ചേതക്കിന് വേറെ ഒരു മെയിൻ്റെനൻസും ഇല്ല, സീറോ. ബൈക്കുകളുടെ കാറ്റഗറിയിൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി, ട്രയംഫിൻ്റെ ടൈഗർ 900. എനിക്ക് ഇതിനു മുമ്പ് ഒരു ഹിമാലയൻ ഉണ്ടായിരുന്നു. എനിക്ക് അഡ്വഞ്ചർ ബൈക്കുകളാണ് കൂടുതൽ ഇഷ്ടം സ്പോർട്സ് ബൈക്കിനേക്കാളും. എനിക്കിതുവരെ ഒരു സ്പോർട്സ് ബൈക്ക് മേടിക്കണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഹിമാലയൻ മേടിച്ചു. അതിനുശേഷം അതിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഏത് ബൈക്കാണ് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ട്രയംഫിൻ്റെ ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് തന്നെ ഞാൻ ഫ്ലാറ്റ് ആയി വണ്ടി ഓടിച്ചു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിത് ഓട്ടം ഭയങ്കര കുറവാണ്, കാരണം ഞാൻ ട്രാവലിംഗ് ആയതുകൊണ്ട്. ബൈക്കുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരം ഓടിക്കുന്ന വണ്ടി ഇതാണ്. എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ ബൈക്ക് എടുത്തിട്ട്? ഇതിൽ ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നതല്ല. കാരണം നമ്മുടെ നാട്ടിലൊരു റൂൾ വന്നതിൽ ഇടയ്ക്ക് ക്യാമറയിൽ വെച്ചാൽ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പം അതിനുശേഷം നമ്മളത് വീഡിയോ ആക്കിയിട്ടില്ല. നമ്മൾ വാഗമണ്ണ്, മൂന്നാർ ഈ സൈഡ് ഫുള്ള് അഡ്വഞ്ചറാണ് ഞാൻ കൂടുതലും പോകുന്നത്. ഏതെങ്കിലും ഓഫ് റോഡുകൾ, കുട്ടിക്കാനം, പിന്നെ മേളിലൂടെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് അരുൺ സ്മോക്കി ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ ട്രയംഫിൻ്റെ ടൈഗർ ടെസ്റ്റ് ചെയ്തു, അടിപൊളി വണ്ടിയാണ് ബ്രോ പറഞ്ഞ് എടുക്കാൻ പറഞ്ഞു. എനിക്ക് എന്നോട് ആദ്യം പറയുന്നത് അരുണ പറഞ്ഞത്. അപ്പം ഞാൻ ആലോചിച്ചു, കൊള്ളാലോ, എന്നാൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ജോബിനും കൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ എറണാകുളത്ത് പോയി. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തു. അന്ന് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയതാണ്, പക്ഷെ അന്ന് തന്നെ ബുക്ക് ചെയ്തു. എനിക്ക് അഡ്വഞ്ചർ ബൈക്കിലാണ് കൂടുതലും താല്പര്യം. അപ്പോൾ ഈ വണ്ടിയായിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ഒന്ന് മൈലേജ് കുറവാണ്, പിന്നെ മൈലേജ് നമ്മൾ നോക്കാറില്ല. പിന്നെ നമുക്ക് ചെറിയ ഇതിനൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഷോർട്സ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം ഇത് ഭയങ്കര ഹീറ്റാണ്, റേഡിയേറ്റർ സൈഡ് വരുന്നത് നല്ല ഹീറ്റാവും വണ്ടി. അല്ലാതെ വേറെ വണ്ടിക്ക് മെയിൻ്റനൻസ് വൈസ് ആയിക്കോട്ടെ എക്സ്പെൻസ് ഉണ്ട്, അല്ലാതെ വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കാർ പേഴ്സൺ ആണോ ബൈക്ക് പേഴ്സൺ ആണോ? ഞാൻ കുഞ്ഞുമറി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ബൈക്ക് പേഴ്സൺ ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ കൂടുതൽ കാർ പേഴ്സൺ ആണ്. സേഫ്റ്റി കുറച്ചും കൂടെ നാട്ടിലിപ്പം നമ്മൾ സൂക്ഷിച്ചു പോയാലും ഇപ്പോൾ ഒത്തിരി നമ്മൾ അപകടങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ഇച്ചിരി ടെൻഷനുണ്ട്. ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പേഴ്സണലി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ അധികം ലോങ്ങുകൾ അങ്ങനെ പോകാറില്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി. ഇത് മാരുതി SSIT എന്ന് പറയും, 1984 മോഡൽ, ഒറിജിനൽ ജപ്പാൻ ഇമ്പോർട്ടഡ് വണ്ടിയാണ്. 84 ഡോൾഫിൻ എന്ന് പോയ വണ്ടി അറിയപ്പെടുന്നുണ്ട്, SSIT. ഇത് ഭയങ്കര ചെറുതായി വണ്ടി. നമ്മളിത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും ചെറിയ വണ്ടി 800 ആണല്ലോ. 800 അടുത്ത് കൊണ്ടിടുമ്പോൾ അറിയാം ഈ വണ്ടി അതിനേക്കാളും ചെറുതാ. ഇത് ഏത് മോഡൽ വണ്ടിയാ? 1984. എവിടുന്നാ ഈ വണ്ടി എടുക്കണേ? ഇത് തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി മേടിക്കുന്നത്. എല്ലാ വണ്ടിക്കും ഡിഫറെന്റ് പെയിന്റ് കളക്ഷൻസ് ഉണ്ട്, അതും ഇവിടുത്തെ ഐഡിയ ആണോ? അല്ല, ഇതിന്റെ കളർ നമുക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ കളർ വൈസ് ഞങ്ങളും ഭയങ്കര സെലക്ട് ചെയ്യും. ഞങ്ങളൊരു പേസ്റ്റൽ കളേഴ്സിന്റെ ആൾക്കാരാണ്.
അപ്പോൾ അങ്ങനെയാണ് അതിനും ആ കളർ വന്നത്. ഇതിനും എത്രമാത്രം പണിയെടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക് വേണ്ടി? ഇതിൽ നമുക്ക് കിട്ടിയപ്പോൾ ഈ വണ്ടി ഔട്ടർ ഇങ്ങനെ തന്നെ ആയിരുന്നെങ്കിലും ഇതിൻ്റെ മെക്കാനിക്കൽ വൈസ് ആയിട്ട് നല്ല പണിയുണ്ടായിരുന്നു വണ്ടിക്ക്. നമ്മളിതിൻ്റെ ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്തു, സ്റ്റിയറിംഗ് കോളം ചേഞ്ച് ചെയ്തു, സ്റ്റിയറിംഗിന്റെ ഫുള്ള് ചേഞ്ച് ചെയ്തു, ലോവർ ആംസ്, ബാക്കി നല്ലതായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഈ വണ്ടി കൊണ്ടാണ് മൂന്നാറൊക്കെ പോയത്. അപ്പോൾ മൂന്നാർ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ പോയിട്ട് അപ്പൊ ഈ സെബിന്റെ വണ്ടിയാണ് ആളുകൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഈ വണ്ടി കാണുമ്പോൾ ഈ വണ്ടി ഒത്തിരി പേര് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വണ്ടിയാണ്. കാരണം ഇതിന്റെ ഈ ഒരു ഷേപ്പ് കളറും ഉണ്ട്, വണ്ടികളുണ്ട്. പക്ഷെ ഈ വണ്ടി കാണുമ്പോഴേക്കും ആൾക്കാർ നമ്മളാന്നുള്ളൊരു ചിന്താതി വരും. ഈ വണ്ടികളൊക്കെ വിൽക്കാൻ പ്ലാൻ ഉണ്ടോ? വിൽക്കാൻ ഞാൻ എല്ലാ വണ്ടിയും മേടിക്കും വിചാരിക്കും കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് കൊടുക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ വണ്ടികളെ വിൽക്കാനായിട്ട് പാടാണ്. ഇതിലെ വൈഫിന്റെ ഫേവറേറ്റ് വണ്ടി ഏതാ? അവളുടെ മിനി കൂപ്പർ ആണ് അഞ്ജുന് ഇഷ്ടം. ഡ്രൈവ് ചെയ്യാറുണ്ടോ? ഞാൻ ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല. പോകാനായിട്ടും ഒക്കെ അവൾക്ക് ഭയങ്കര ക്യൂട്ടാണ് വണ്ടി. പവർ വൈസും അത്യാവശ്യം പവറും ഉണ്ട്, ഒരു ഡ്രൈവിംഗ് ഫണ്ണുണ്ട്, പിന്നെ കംഫർട്ട് ഉണ്ട്. പുള്ളിക്കാരിക്ക് മിനി കൂപ്പറാണ് ഇഷ്ടം. എനിക്ക് ഇവിടെയുള്ള വണ്ടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന്റെ കളർ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ആളുകൾ പറയാറുണ്ട് ഈ കളർ ഭയങ്കരമായിട്ട്. ഞങ്ങൾ ഇതായിട്ടൊരു ഓട്ടോക്രോസിന് പോയിട്ടാണെങ്കിൽ പോലും അവിടെ ഉള്ളവർ വന്ന് പറഞ്ഞു എസ്റ്റീമിൽ ഇങ്ങനെ ഒരു കളർ കണ്ടിട്ടില്ല, യുണീക്ക് ആയിട്ടുള്ളൊരു കളറാണ്. എവിടുന്നാണ് ഈ വണ്ടി കിട്ടുന്നത്? ഈ വണ്ടിയുടെ കഥ എന്താണ്? 19,000 ആണ് ഈ വണ്ടിയുടെ പ്രൈസ്. കാര്യം വെച്ചാൽ ഒരു വീട്ടിലെ വണ്ടി അവരുടെ കാർപോർച്ച് കിടക്കുമായിരുന്നു, അവർ ഉപയോഗിക്കാതെ കിടക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതിയായിരുന്നു, പേപ്പറെല്ലാം തീർന്ന് കിടക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ പോയിട്ട് 19,000 രൂപയ്ക്കാണ് ഈ വണ്ടി മേടിച്ചത്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ഞങ്ങളൊരു 5 ലക്ഷം രൂപയുടെ 6 ലക്ഷം രൂപയുടെ പണി ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയുടെ ഭാഗമായിട്ട് റേസിന് വേണ്ടിയിട്ടൊക്കെ. ഇപ്പൊ കാണുന്ന വണ്ടി എത്രത്തോളം പണിയെടുത്തിട്ടുണ്ട്? ഇങ്ങനെ ഇത് നല്ല 2 വർഷത്തെ പണിയ വണ്ടി. 2 വർഷത്തെ അതിന്റെ പുറകിലുള്ള കഥ ഞങ്ങൾ വരെ മറന്നുപോയ കാര്യങ്ങളാണ്. മേടിച്ചപ്പോ ശരിക്കും ഈ വണ്ടിയുടെ കോലം എങ്ങനെയായിരുന്നു? വണ്ടി ഷേപ്പ് ഉണ്ടായിരുന്നു, നല്ല ഷേപ്പായിരുന്നു വണ്ടി. മെക്കാനിക്കൽ വൈസ് വണ്ടിക്ക് പണി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറേ പണി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒന്ന് പണി ഏറ്റവും കൂടുതൽ കാണുക ഇതൊന്ന് ബോണറ്റ് ഒന്ന് തുറന്നാൽ മതി, സർപ്രൈസ് അതിന്റെ അകത്ത്. അതെ, ഇത് റോഡിൽ ഓടിക്കാൻ ലീഗൽ അല്ല ഈ വണ്ടി. റോഡിൽ ഓടിക്കാൻ ലീഗലാണ്. അത് ഞാൻ തുറന്ന് കാണിക്കുമ്പോഴേക്ക് ഞാൻ തുറക്കണോ? ഇത് ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് ശരിക്കും പുറത്തുനിന്നാണ് അകത്തുനിന്നാണ് നമ്മൾ ബോണറ്റ് തുറക്കണേ. ഇതിപ്പോൾ നമ്മൾ ഓട്ടോക്രോസിന് ഓടിക്കുന്ന വണ്ടി ആയതുകൊണ്ട് ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് ബോണറ്റ്, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നാലും അകത്ത് എന്തെങ്കിലും തീ പിടിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബോണറ്റിനകത്ത് തീ പിടിച്ച് നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങി നമുക്ക് പുറത്തുനിന്ന് തുറന്ന് ക്വിക്ക് റിലീസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു പെയിന്റ്? നമ്മുടെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇതിന്റെ മെക്കാനിക്കും. ഈ ഇമേജിൽ കാണുന്നത് താനോസ് ആണോ? അല്ല, ഇത് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ഒപ്റ്റിമസ് പ്രൈം. അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി ചെയ്ത് വന്നപ്പോഴേക്കും ആക്ച്വലി എഞ്ചിൻ റൂം ഒരു ബ്ലൂ ആൻഡ് റെഡ് കോംബോയാണ് വന്നത്. ബ്ലൂ ആൻഡ് റെഡിലുള്ളത് സ്പൈഡർമാനും സൂപ്പർമാനും പിന്നെ ഒപ്റ്റിമസ് പ്രൈം ആയിരുന്നു. മെക്കാനിക്കലി കുറച്ചും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ളത് ഒപ്റ്റിമസ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഈ ഒരു കോംബോ വന്നത്. ഈ വണ്ടികളൊക്കെ പണിയാൻ അറിയുന്ന ആളാണോ? ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ ഞാൻ വണ്ടി എവിടെയായിട്ട് ഞാൻ പോയി കിടക്കത്തില്ല, എനിക്ക് ഉറപ്പാണ്. വണ്ടി പക്ഷെ അതിനുള്ള സംഭവങ്ങളൊക്കെ എന്നെ അമല് പഠിപ്പിക്കുന്നുണ്ട്. അതായത് അമലിന്റെ ഞാൻ ഇത്ര വണ്ടി, നമ്മളിപ്പോൾ വീട്ടിൽ ഇത്ര വണ്ടി ഉള്ളതുകൊണ്ട് അമല് പറയുന്നത് എന്താ വെച്ചാൽ എവിടെയെങ്കിലും പോയാൽ എവിടെയും പെട്ട് കിടക്കരുത്, വണ്ടിയായിട്ട് തിരിച്ച് വരാനുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം അത് കുറേയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. റാലിക്ക് വൈഫിനെ കൂട്ടിയിട്ട് പോവാറുണ്ടോ? ഇല്ല, അവൾ വരത്തില്ല, പേടിയാണ്. അവൾക്കത് കാണാനുള്ള അവൾക്ക് ഭയങ്കര ടെൻഷൻ ആവുന്ന പറയുന്നത്. അപ്പോൾ അവൾ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. ചേട്ടനാണോ അനിയനാണോ ഏറ്റവും കൂടുതൽ വണ്ടി യൂസ് ചെയ്യണത്? ജിനോജിന് അങ്ങനെ വണ്ടികളോടൊന്നും വലിയ താല്പര്യമില്ല. ആദ്യമായിട്ട് വാങ്ങുന്ന ഒരു വണ്ടി ഏതാ സ്വന്തം? ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഹിമാലയൻ എന്ന് പറഞ്ഞൊരു ബൈക്കാണ് മേടിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ഹിമാലയൻ കൊടുത്തത്? ഹിമാലയൻ കൊടുത്ത് ഒരു സെഗ്മെന്റുള്ള 2 വണ്ടികളായി. പിന്നെ ഈ വണ്ടി അതിനേക്കാളും കുറച്ചും കൂടെ കേപ്പബിൾ ആണ്. അപ്പൊ ഹിമാലയൻ ഒരു വണ്ടി ഓടിക്കാതിരുന്ന, നമ്മുടെ വീട്ടിലെ വണ്ടികളെല്ലാം ഞാൻ ഓടിക്കുന്ന ഒരു വണ്ടി അങ്ങനെ ഇരുന്ന് പോകത്തില്ല. ഹിമാലയൻ ആക്ച്വലി ഓടിക്കാത്തൊരു സിറ്റുവേഷൻ ആയി, കാരണം ഇത് അതിനേക്കാളും ഫണ്ണാണ് ഓടിക്കാൻ. അതുകൊണ്ടാണ് ഹിമാലയൻ കൊടുത്തത്. പക്ഷേ ഹിമാലയൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. യൂട്യൂബ് ചാനലിന്റെ ഏണിങ്സ് കൊണ്ട് ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഞാൻ കേട്ടു, ശരിയാണോ? മിനി കൂപ്പർ. അതെ. അത് എന്തുകൊണ്ടാണ് മിനി കൂപ്പർ തന്നെ ആദ്യം വാങ്ങാൻ തീരുമാനിക്കുന്നത്? മിനി കൂപ്പർ മേടിക്കാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അർജുന, എൻ്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടാണ് അർജുൻ. ഞാൻ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയപ്പോഴേക്കും അവൻ്റെ ഒരു ഫ്രണ്ട് ഒരു മിനി കൂപ്പർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ അർജുന് മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളൊരു വണ്ടിയാണ് മിനി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും വണ്ടി എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ അവനെ കൊടുക്കാവുള്ളത്.
അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞടാ വണ്ടി അടിപൊളിയാണ്, നീ ഒരെണ്ണം എടുക്കാൻ പറഞ്ഞു. അരുൺ പറഞ്ഞുകൊണ്ട് തന്നെ അർജുൻ എൻ്റെ അടുത്ത് പറയടാ നീ ഒരു മിനി കൂപ്പർ എടുക്കാൻ പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങൾ ഗൂഗിളിൽ ഇരുന്ന് തപ്പി, OLX തപ്പി, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കോൺടാക്ട്സ് കിട്ടി. ഒരു മലപ്പുറത്തുള്ള ഒരാളുടെ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഇതാണ്, അതും ഫോർച്യൂണറും. പക്ഷെ ഇപ്പൊ റീസെന്റ് 800 അത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ. ഇത്രയും നല്ല വണ്ടി ഉണ്ടായിട്ട് എന്തുകൊണ്ടാ എന്നോട് എല്ലാവരും 5 ഉൾപ്പെടെ ചോദിക്കുന്ന ഇതുണ്ടായിട്ട് തന്നെ അതെടുത്തോണ്ട് പോകണേന്ന്. എന്റെ പേഴ്സണലി ഞാൻ കുറച്ച് മച്ചുകൂടായി പറയും. അതായത് നമുക്ക് ഇത് ഓടിക്കാൻ രസമാണ്, വെച്ചാൽ ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഇതുപോലത്തെ കാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതുപോലത്തെ വണ്ടി അധികം ഇല്ല. അപ്പം അത് ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഇത് എനിക്കിത് ഓടിച്ചാൽ കിട്ടത്തില്ല. കുറച്ചും കൂടെ ഞാൻ കാറുമായിട്ട് കണക്റ്റഡ് ആണ് വണ്ടിയായിട്ട്. ഈ ആദ്യം വാങ്ങുന്ന ഒരു കാറിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും ആൺകുട്ടികൾക്ക് എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? മിനിയോട് എനിക്ക് വണ്ടികളോട് എല്ലാ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, അതാണ് എന്റെ പ്രശ്നം. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കൊടുത്തേ പയ്യെ. ഞാൻ മേടിച്ച വണ്ടികളെല്ലാം ഒരു യൂണീക്ക് ആയിട്ടുള്ള വണ്ടികളാണ്. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കാനായിട്ടുള്ള മടി ഭയങ്കര മടിയാ. ഇനി വാങ്ങാൻ കാത്തിരിക്കുന്ന ഒരു വണ്ടി ഉണ്ടോ? ഇനി എനിക്ക് ലാൻഡ് ക്രൂസർ LC സീരീസ് വണ്ടികൾ ഇഷ്ടമാണ്. അപ്പോൾ ഫ്യൂച്ചർ ഞാൻ മേടിക്കുവാണെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം എടുക്കത്തുള്ളൂ, LC സീരീസ് ഏതെങ്കിലും വണ്ടി. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയായിരുന്നു, ജോസ് എന്ന് പറയും. അപ്പം ജോസിയാണ് ഇനി വണ്ടി കൊടുക്കാനുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ചേട്ടന് കുറേ ഇതുപോലെ തന്നെ ഒരു വേറെ വിൻറ്റേജ് വണ്ടിയുണ്ട്, ഇതിനേക്കാളും പഴയത്. ജീപ്പിൻ്റെ പഴയൊരു വാഗൺ ടൈപ്പ് വണ്ടിയുണ്ട്, സ്റ്റേഷൻ വാഗൺ. അപ്പോൾ ചേട്ടൻ ഇത് കൊടുക്കാൻ പോയിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പം നമ്മളൊന്നും പറഞ്ഞില്ല, ഇങ്ങനത്തെ വണ്ടി എനിക്ക് കിട്ടാനില്ല. CJ3B 1964 മോഡല്, ആർമി ഡിസ്പോസ്ഡ് വണ്ടിയായത്. ഇത് പേപ്പറിലും ഈ വണ്ടി ഓപ്പൺ ആണ്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, ഈ വണ്ടി നമ്മൾ മേടിച്ചു. അതുകൊണ്ട് നമ്മൾ പണിത് ഈ വണ്ടി ഏകദേശം 1 വർഷം എടുത്താണ് ഈ വണ്ടിയും പണിത്. മിനി ആണെങ്കിൽ ഒരു ഇച്ചിരി മിനി Stage 3 നമ്മൾ ട്യൂൺ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അത് പെർഫോമൻസ് ബേസ്ഡ് ആണ്. നമുക്ക് കുറച്ചൊരു ഡ്രൈവിംഗ് ഫണ്ണൊക്കെ കിട്ടണമെങ്കിൽ അത് ഓടിക്കാൻ ഭയങ്കര രസമാണ്. ഇതൊരു കുറച്ചും കൂടെ ഒരു ലെജൻഡറി, നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മസ്കുലർ ഫീൽ ഒക്കെ വരും. ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണല്ലോ, ഓഫ് റോഡ് ഒക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ? ഓഫ് റോഡ് പോകാൻ ഇഷ്ടമാണ്, ഞങ്ങൾ സ്ഥിരമായിട്ട് ഓഫ് റോഡ് പോകുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയായിട്ട് നമ്മൾ അങ്ങനെ അധികം പോകത്തില്ല, കാരണം ഇത് നമ്മളൊരു ഓൺ റോഡ് സ്പെക്കിൽ പണിതുകൊണ്ട് ഇത്ര ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഉരയ്ക്കാനും പിടിക്കാനും താല്പര്യമില്ല. ഓഫ് റോഡ് നമ്മളൊരു പജീറോ ഉണ്ട്, നമുക്കൊരു ഷോർട്ട് വീൽ ബേസ് പജീറോ, അതിന് നമ്മൾ ഓഫ് റോഡ് സ്ഥിരം പോകുന്ന ഇടയ്ക്കെല്ലാം പോകാറുണ്ട്. ഈ വണ്ടിപ്രാന്തനായിട്ടുള്ള സെവിൻ ചേട്ടന് വണ്ടിപ്രാന്തമായിട്ടുള്ള ഒരു വൈഫ് തന്നെയാണോ കിട്ടിയത്? അഞ്ജുന് വണ്ടികൾ ഇഷ്ടമാണ്, അഞ്ജുന് വണ്ടികൾ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് UK ആയിരുന്നപ്പോൾ ഒരു വെൽഫെയർ ഉണ്ടായിരുന്നു, അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയായിരുന്നു അത്. ഇതൊരു പുത്തം പോലെ ഈ വണ്ടിനെ കാണുന്നത്, എന്തൊക്കെ പണി ഈ വണ്ടിന് വേണ്ടി എടുത്തിട്ടുണ്ട്? ഇതിന്റെ A to Z ഫുള്ള് നമ്മൾ ഷാസിയെന്ന് പണി തുടങ്ങിയതാണ്. ഇത് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്ത് പുതിയ ബോഡി ചെയ്ത് പെയിന്റിങ്, മെക്കാനിക്കൽ വർക്ക്, സസ്പെൻഷൻ, ഇതിന്റെ A to Z എല്ലാം പണിതേക്കുന്നത്. ചൂണ്ടയിടാൻ ഏത് വണ്ടിയിലാ പോവാ? ചൂണ്ടയിടാനായിട്ട് പോകുന്നത് ഞങ്ങളുടെ ഫോർച്യൂണറാണ്, നമ്മൾ സ്ഥിരം പോകുന്നത് നമ്മുടെ ഫോർച്യൂണറാണ്. പിന്നെ നമ്മളിപ്പോൾ ഇൻ കേസ് ബോട്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ പജീറോ ആയിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ പോകുന്നത് ഫോർച്യൂണറാണ്. ആ വണ്ടി ഇപ്പൊ ചെറിയൊരു പെയിന്റിങ്ങിന് കൊടുത്തിരിക്കുക. ഞാൻ ഏറ്റവും കെയർ ചെയ്യാത്ത വണ്ടി ഇതാ. കെയർ ഇൻ ദ സെൻസ് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, നമുക്ക് എന്ത് വേണം കാണിക്കാൻ വണ്ടിയിൽ, അങ്ങനത്തെ ഒരു വണ്ടിയാണിത്. 91 മിത്സുബിഷി പജീറോ SWB ഷോർട്ട് വീൽ ബേസ് ആയി വണ്ടി. സോളിഡ് ആക്സിൽ എന്ന് പറയും. സോളിഡ് ആക്സിൽ വണ്ടികൾ ഭയങ്കര റയറാണ്. ഇതൊരു റയർ വണ്ടിയാണ്, ഒരു കളക്റ്റബിൾ വണ്ടിയായത്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മേടിച്ചാണ്, ചങ്ങനാശ്ശേരിയിലുള്ള ജിത്തു എന്ന് പറഞ്ഞ ഒരാളുടെ ഞാൻ ഈ വണ്ടി മേടിക്കുന്നത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇതിന്റെ മേളിൽ ഇപ്പോൾ കയാക വെച്ചേക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കാം. നമ്മൾ ഏറ്റവും ഭയങ്കര ഇതായിട്ടുള്ള ഓഫ് റോഡുകളും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതിന്റെ വീട്ടിലേക്ക് ഒരു കുറച്ച് ഇഷ്ടിക മേടിക്കണമെങ്കിൽ ഈ വണ്ടിയെ മേടിച്ചോണ്ടിരാം. ഇതുമായിട്ട് ഞങ്ങൾ പോയാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്ഥലം വരാട്ടുമേടായിരുന്നു. വരാട്ടുമേട് പോയി. ഉറുമ്പിക്കര ഞങ്ങൾ പോയിട്ടുണ്ട്. ഉറുമ്പിക്കര പക്ഷേ ഭയങ്കര, ഈ വണ്ടി സംബന്ധിച്ച് ഭയങ്കര ചുമ്മാ ഈസി ഗോയിങ് ആണ്, ചുമ്മാ വണ്ടി പോകും. പക്ഷെ വരാട്ടുമേട് നമ്മൾ കുറച്ച് ഇതായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൽ പോയൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുള്ള് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ വണ്ടി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ വണ്ടിയായിട്ട് പോയതിൽ. മെയിൻ്റെനൻസ് ഉണ്ട് ഇതിന്. ബാക്കി മെക്കാനിക്കൽ ഭാഗം എല്ലാം ക്ലിയർ ആണ്. പക്ഷെ ഞാൻ വെച്ചാൽ എന്റെ വേറൊരു വണ്ടിയുടെ ഒരു സ്ക്രാച്ച് ഒന്നും അങ്ങനെ അധികം കാണത്തില്ല. പക്ഷെ ഇതേല് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ചുകളും ഒക്കെ ആണ്. കാരണം ഇത് ഓഫ് റോഡ് ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ്. പക്ഷെ മെക്കാനിക്കൽ വൈസ് ഈ വണ്ടി എല്ലാം ഓക്കെ, അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും നമ്മൾ. ഇപ്പൊ ചേട്ടന്റെ ഒരുപാട് വണ്ടികൾ ഞങ്ങൾ കണ്ടു, ഇനിയും കാണാൻ വണ്ടികളുണ്ടല്ലേ? എല്ലാം പെയിന്റിങ്ങിനും ഒരു പാച്ച് വർക്കിനൊക്കെ ആയിട്ട് കിടക്കുക. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വണ്ടി കളക്ഷൻ, പുതിയ കഥകളും കേൾക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്.